വൃത്തിയാക്കി തുടങ്ങി. ഒരു 150 ലോഡ് മാലിന്യം നേരത്തെ തന്നെ ഇത് വെള്ളക്കെട്ട് പരമാവധി ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. വർഷങ്ങളായി അടിഞ്ഞുകൂടിക്കിടന്ന മണ്ണും മണലും ഒക്കെയാണ്. പഴവങ്ങാടിയിലും തമ്പാനും ഒക്കെ തന്നെ ഏത് തരത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. തോടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നല്ല രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം. മാലിന്യങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളത് കൃത്യമായി മാറ്റിയിട്ടുണ്ടോ, പ്രവർത്തനങ്ങൾ സജ്ജമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ദി കേരള ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ വേനൽക്കാലമൊക്കെ അവസാനിച്ച് ഇനി ഒരു മഴക്കാലത്തിന്റെ ഒരു തുടക്കത്തിലേക്കൊക്കെയാണ് കടക്കുന്നത്. ചൂടൊക്കെ കുറഞ്ഞ് അപ്പോൾ മഴക്കാലം വരുമ്പോൾ നമ്മുടെ പ്രധാന വിഷയമാണ് വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ. തലസ്ഥാനത്തെ പ്രധാന വിഷയങ്ങളൊക്കെ നമ്മൾ വരും മഴക്കാലങ്ങളെല്ലാം കണ്ടതാണ്. നമ്മളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം തലസ്ഥാനത്തിന്റെ മേയർ തന്നെയാണ്, വി രാജേഷാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം സർ. എന്താണ് തലസ്ഥാനത്തിന്റെ ഒരു മഴക്കാല മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണ്, തകൃതിയായി നടക്കുന്നുണ്ടോ? മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ തോടുകളും അതുപോലെ തന്നെ ഓടകളും ഒക്കെ വൃത്തിയാക്കുവാൻ തുടങ്ങി. ഇപ്പോൾ മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും PWDയുടെയും ഒക്കെ തന്നെ കൈവശമിരിക്കുന്ന തോടുകൾ ഉൾപ്പെടെ കോർപ്പറേഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വൃത്തിയാക്കി തുടങ്ങി. ഒരു 150 ലോഡ് മാലിന്യം ഇന്നലെ വരെ മാറ്റാൻ സാധിച്ചു. അതിൽ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള മാലിന്യങ്ങൾ ഒരു 10-12 ലോഡേ വരുള്ളൂ. ബാക്കി മുഴുവൻ തന്നെ വർഷങ്ങളായി അടിഞ്ഞുകൂടിക്കിടന്ന മണ്ണും മണലും ഒക്കെയാണ്. അതുൾപ്പെടെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അവരെ കൂടി രംഗത്തിറക്കുന്നതോടുകൂടി പരമാവധി നേരത്തെ തന്നെ ഇത് വെള്ളക്കെട്ട് പരമാവധി ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. തീർച്ചയായും തലസ്ഥാനത്ത് വരും കാലങ്ങളായി നമ്മൾ കണ്ടിട്ടുള്ളതിൽ പ്രധാന വെള്ളക്കെട്ട് ഉള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിൽ ഇത്തവണ എന്ത് ഒരു രീതികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഞങ്ങൾ ഓപ്പറേഷൻ അനന്തയിൽ നേരത്തെ തന്നെ പങ്കാളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ടാണ് അവരുടെ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ തേടിക്കൊണ്ടും അവരുടെ എക്സ്പീരിയൻസ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടുമാണ് നടപടികൾക്ക് ആരംഭിച്ചിട്ടുള്ളത്. അത് ഗുണം ചെയ്തിട്ടുണ്ട്. പഴവങ്ങാടിയിലും തമ്പാനും ഒക്കെ തന്നെ ഏത് തരത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആ അനുഭവ സമ്പത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുൾപ്പെടെ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഇനി പ്രധാന വിഷയമായിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത മാർക്കറ്റിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു, ചാല മാർക്കറ്റിൽ. അപ്പോൾ അവർ പറഞ്ഞ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി മാർക്കറ്റിലെ ഒരു വെള്ളക്കെട്ടുണ്ടല്ലോ. അപ്പോൾ വെള്ളക്കെട്ട് വരുമ്പോഴത്തേക്കും മാർക്കറ്റിൽ വലിയ കച്ചവടമൊന്നും നടക്കില്ല, വെള്ളക്കെട്ടിലിരിക്കുകയാണ്. അപ്പോൾ ചുമട് തൊഴിലാളികൾ ഉൾപ്പെടെ കച്ചവടക്കാർ വരെ പറഞ്ഞ ഒരു പ്രശ്നമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആ ഒരു മാർക്കറ്റിലേക്കും ഇത്തവണ ഈ മഴക്കാലത്തിന് മുൻപ് തന്നെ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ? മാർക്കറ്റിൽ ആ ഭാഗത്തൊക്കെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റിൻ്റെ ഭാഗം ആ റോഡ് സ്മാർട്ട് സിറ്റി വഴി ആ റോഡ് ചെയ്തപ്പോഴേക്കും അതിൽ കുറച്ച് അശാസ്ത്രീയത ഉണ്ടെന്നുള്ള വിലയിരുത്തലാണ് എനിക്കുള്ളത്. കാരണം ഇപ്പോൾ ചാലയിൽ കൂടുതൽ വെള്ളം കെട്ടുന്നൊരു സാഹചര്യമുണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ വലിയ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അതിലേക്ക് ഈ മഴയ്ക്ക് മുമ്പ് കടക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. കാരണം അത് റോഡ് പണി ചെയ്തപ്പോൾ ഉണ്ടായ അശാസ്ത്രീയമായിട്ടുള്ള ചില കണക്കൂട്ടലുടെ പാളിച്ചകളാണ്. അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. മുൻകാല കോർപ്പറേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇക്കാലത്ത് എടുത്ത ഒരു പ്രധാന തീരുമാനം എന്തായിരുന്നു? അല്ല, ഞാനങ്ങനെ കമ്പയർ ചെയ്യാനും നിൽക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ ഓരോ സമയത്തും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഇടപെടേണ്ട അവസരങ്ങൾ നോക്കിയിട്ട് പരമാവധി ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു താരതമ്യത്തിന് ഇപ്പോൾ പ്രത്യേകിച്ചും മഴക്കാലത്തിന്റെ കാര്യം മാത്രമാണ് ഉദ്ദേശിച്ചത്, അല്ല മുഴുവൻ കോർപ്പറേഷൻ രീതികളെയല്ല. പൊതുവേ മഴക്കാലം വരുന്ന സമയത്ത് തലസ്ഥാനത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ടും അല്ലെങ്കിൽ സഞ്ചാര യോഗ്യമല്ല, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവർ ചെയ്യാതിരുന്നതിൽ അല്ലെങ്കിൽ ഞങ്ങൾ മുൻകൈ എടുത്ത് ഇപ്രാവശ്യം അത് ചെയ്യുന്നു. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ മഴ വരുന്നവരെ കാത്തുനിന്നില്ല, ഞങ്ങൾ കഴിഞ്ഞ മാസം തന്നെ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ അനുഭവസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ഉപദേശം തേടിക്കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. പിന്നെ വേറൊന്ന് ശ്രദ്ധിച്ചത്, ഒരു ലോഡ് മാലിന്യം പോലും കോരി കരയിൽ വയ്ക്കരുതെന്ന് ആദ്യമേ പറഞ്ഞു. ആദ്യം അത് മാറ്റുവാനുള്ള സ്ഥലവും കണ്ടുപിടിച്ച് മാറ്റുവാനുള്ള ടിപ്പറും കൊണ്ടിട്ട് മാത്രമേ JCB കൊണ്ട് തോട് വൃത്തിയാക്കാൻ പാടുള്ളൂ. കാരണം കോരി കരയിൽ വെച്ചാൽ അടുത്ത മണിക്കൂറിൽ പെയ്യുന്ന മഴയത്ത് ഇത് തന്നെ ഒലിച്ച് താഴോട്ടിറങ്ങും. ഇതിപ്പോൾ നമ്മുടെ പണവും നഷ്ടപ്പെടും, ഊർജ്ജവും നഷ്ടപ്പെടും, പ്രശ്നം പരിഹരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഒരു 150 ലോഡ് മാലിന്യം തിരുവനന്തപുരത്ത് മാറ്റിയെന്ന് ഞാൻ പറയുമ്പോൾ ഒരു ദിവസം പോലും ഒരു ലോഡ് പോലും കരയിൽ വച്ചിട്ടില്ല. ഞങ്ങൾ ഉൾപ്പെടെ നിന്നിട്ടാണ് ടിപ്പർ കൊണ്ടുവന്ന് ഇടേണ്ട സ്ഥലം ഉൾപ്പെടെ നിശ്ചയിച്ചതിന് ശേഷമാണ് മാറ്റി തുടങ്ങി. അതുകൊണ്ട് ആ ഒരു പ്രശ്നം അത് ഞങ്ങൾ മുൻപ് ചെയ്യാത്തൊരു കാര്യം ചെയ്തിട്ടുണ്ട്.
ഇനി മലിനീകരണ നിയന്ത്രണ പ്രവർത്തനം നടത്തുന്ന സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോകാം, എങ്ങനെയാ ഉണ്ടെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ മഴക്കാലവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ് മേയർ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ മേയർ പറയുമല്ലേ? ഓക്കെ, പറയാം. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് തകരപ്പറമ്പ് ആമീഴഞ്ചോടിലാണ്. അല്പം മുമ്പ് മേയർ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. മേയർ സൂചിപ്പിച്ചതുപോലെ തന്നെ വേനൽക്കാലത്ത് തന്നെ അല്ലെങ്കിൽ മഴക്കാലം എത്തുന്നതിന് മുൻപ് തന്നെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, മാലിന്യങ്ങൾ കൃത്യമായി തോടുകളിൽ നിന്നൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട് എന്ന് മേയർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ എന്താണ് ഇവിടെ ആമീഴത്തോടിൽ കാലാകാലങ്ങളെ നമ്മൾ കാണുന്നതാണ്, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഈ പ്രദേശത്താകെ ഈ ഒരു മാലിന്യ പ്രശ്നം ഇതിനു മുൻപ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ തോടുകളിലേക്കും അല്ലെങ്കിൽ എല്ലാ കനാലുകളിലേക്കും എല്ലായിടത്തും മാലിന്യം എവിടെയൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടോ അവിടെ നിന്നൊക്കെ അത് മാറ്റി കൃത്യമായി ജനങ്ങളെ ബാധിക്കാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് മേയർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്, എങ്ങനെയാണ് എപ്രകാരമാണ് മാലിന്യങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളത്, കൃത്യമായി മാറ്റിയിട്ടുണ്ടോ ഇപ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു മഴക്കാലം എത്തുമ്പോഴെങ്കിലും ഈ തോടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം. കാരണം ഇതിൻ്റെ കാലങ്ങളായിട്ടുള്ളതായിരിക്കും. നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ മാലിന്യങ്ങൾ ഉണ്ടോ ഇല്ലയോ അതിൻ്റെ അപ്പുറത്തേക്കും അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. കൃത്യമായി ആ ഒരു ഓടയുടെ അല്ലെങ്കിൽ ഈ പ്രദേശവാസികളൊക്കെ എപ്രകാരമാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ സഞ്ചാരയോഗ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ഒരു സ്മെല്ലുണ്ട്. പക്ഷേ ഇനി മാലിന്യം ഇതിനകത്തിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു ആമീഴത്തോടിനെയും പരിചയമുണ്ടല്ലോ, മാലിന്യങ്ങളൊക്കെ കുമിഞ്ഞുകൂടി കിടക്കുന്ന ആ സ്ഥിതിയിൽ നിന്ന് മേയർ പറഞ്ഞ രീതിയിലേക്ക് കൃത്യമായി മാലിന്യങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ടോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. തോടിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ, സജ്ജമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആമഴഞ്ചാൻ തോടിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഇപ്പോൾ എൻ്റെ സൈഡിൽ ഞാനൊരു ബോർഡൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. മുൻകാല മേയർ ഇരുന്ന സമയത്ത് സ്ഥാപിച്ചൊരു ബോർഡായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ 2 ബോക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. മാലിന്യം ഇതിനകത്തേക്ക് വലിച്ചെറിയരുത്, കൃത്യമായി നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ബോക്സുകളും മറ്റും ഒരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ബോർഡിൽ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് ഈ തോടിലേക്ക് നിങ്ങൾ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മാലിന്യം വലിച്ചെറിയുകയാണെങ്കിൽ കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കും, അതുപോലെ പിഴ ഉൾപ്പെടെ ചുമത്തുമെന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡാണ്. പക്ഷെ അതിന് ശേഷവും നമുക്കറിയാം, കാലങ്ങളായി നമ്മളുടെ മനുഷ്യൻ്റെ പ്രധാന പ്രശ്നങ്ങളാണ് പൊതു ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ സാമൂഹ്യ ഇടങ്ങളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നൊരു രീതി. അപ്പോൾ കഴിഞ്ഞ തലസ്ഥാനത്ത് ഉണ്ടായ വെള്ളക്കെട്ടിലും ഇത്തരം മാലിന്യ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മേയർ അല്ലെങ്കിൽ തലസ്ഥാനത്തിൻ്റെ തലങ്ങളിലേക്ക് കോർപ്പറേഷൻ്റെ രീതിയിലേക്ക് വരുന്ന സമയത്ത് അവർ പ്രവർത്തനങ്ങളൊക്കെ സജ്ജമാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് മാലിന്യങ്ങളൊക്കെ എടുത്തു തുടങ്ങി അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പൂർണ്ണമായൊരു ക്ലീൻ ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ മാലിന്യങ്ങളൊക്കെ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ മാലിന്യങ്ങൾ അങ്ങനെയങ്ങ് നമുക്ക് കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇനിയും അത് കൂടുതൽ മാലിന്യങ്ങൾ മാറ്റാൻ ഉള്ള ഒരു രീതിയുണ്ട്. പക്ഷേ ഏറെക്കുറെ എല്ലാ മാലിന്യങ്ങളും നിർമ്മാർജ്ജന പ്രവർത്തനത്തിലേക്ക് തന്നെ കടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇതിനകത്തേക്ക്, കാരണം മഴക്കാലം തുടങ്ങിയിട്ടില്ല, വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് നേരത്തെയാണ്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് നേരത്തെയാണ് ഇവിടെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും മാലിന്യം നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. മാലിന്യങ്ങൾ അല്ലെങ്കിൽ ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ എടുത്ത് മാറ്റി തുടങ്ങിയിട്ടുള്ളത് നേരത്തെ ആയതുകൊണ്ട് തന്നെ അതിനുശേഷം വലിച്ചെറിഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ അധികം അവിടെ ഇവിടെയൊക്കെ കുറച്ച് മാലിന്യം നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ആ ഒരു പാലത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കുറച്ച് മാലിന്യങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കും പൊതുവേ ഒരു ശുചീകരണം നടത്തിയതിൻ്റെ ഒരു ഭാഗം കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ തവണത്തെയും പോലെ തന്നെ വെള്ളക്കെട്ടാണ് ഇവിടുത്തെ പ്രധാന വിഷയമായി വരുന്നത്. അമിതമായ ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ഒന്ന് ശക്തമായി മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ വലിയൊരു വെള്ളക്കെട്ടും ജനങ്ങൾക്ക് ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് എത്ര ശക്തമായ മഴയുണ്ടെങ്കിലും അത്തരത്തിലൊരു മാലിന്യ പ്രശ്നം ജനങ്ങളെ അല്ലെങ്കിൽ അവരെ ബാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
അപ്പോൾ എത്രത്തോളമാണ് ഇനി ബാക്കിയിടങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ബാക്കിയിടങ്ങളിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. മേയർ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലായിടത്തും കൃത്യമായി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇത്തവണ അല്ലെങ്കിൽ ഇപ്രാവശ്യം വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നങ്ങളൊന്നും ജനങ്ങളെ തലസ്ഥാനത്ത് ബാധിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ക്യാമറാമാൻ പ്രവീണിനൊപ്പം ആതിര, കേരള ടുഡേ.